Hi dear students, welcome back to Alex E Academy. ഈ ലെക്ചറിൽ CET 309 കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റിലെ സെക്കൻഡ് മോഡ്യൂളിലെ 5th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിങ്ങുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2-ലെ മാനുഫാക്ചറിങ് ഓഫ് കോൺക്രീറ്റും ലിൻഡൽസ് ആൻഡ് ആർച്ചസുമാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രഷ് കോൺക്രീറ്റ്, അതിൻ്റെ അകത്ത് വർക്കബിലിറ്റി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി, സെഗ്രിഗേഷൻ ആൻഡ് ബ്ലീഡിങ്, ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രഷ് കോൺക്രീറ്റ്. അപ്പോൾ ആദ്യമേ എന്താണ് ഫ്രഷ് കോൺക്രീറ്റ് എന്ന് നോക്കാം. ഇറ്റ് മീൻസ് ദ വെറ്റ് മിക്സ് ഓഫ് കോൺക്രീറ്റ് ഇൻഗ്രീഡിയൻസ് ബിഫോർ ദേ begin to set, or the plastic state of concrete is the fresh concrete. It is sometimes called green concrete. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതായത് സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ്, വെള്ളം, ഇത്തരം കാര്യങ്ങൾ മിക്സ് ചെയ്ത് അത് സെറ്റാകാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള അതിൻ്റെ സ്റ്റേറ്റാണ് ഫ്രഷ് കോൺക്രീറ്റ്. അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ തന്നെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിനെയാണ് നമ്മൾ ഫ്രഷ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അതിനെ തന്നെ നമ്മൾ ഗ്രീൻ കോൺക്രീറ്റ് എന്നും പറയും. വെൻ ദ കോൺക്രീറ്റ് മിക്സ് ഈസ് ഫുള്ളി സെറ്റ്, ഇറ്റ് ഈസ് കോൾഡ് ഹാർഡൻ കോൺക്രീറ്റ്. കോൺക്രീറ്റ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് 28 ദിവസമൊക്കെ കഴിഞ്ഞ് അത് സ്ട്രോങ് ആയി കഴിയുമ്പോഴുള്ള അതിൻ്റെ ഒരു ഫോമിനെയാണ് നമ്മൾ ഹാർഡൻ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രഷ് കോൺക്രീറ്റ്, അതിൻ്റെ അകത്ത് വർക്കബിലിറ്റി, സെഗ്രിഗേഷൻ ആൻഡ് ബ്ലീഡിങ്, ഇതൊക്കെയാണ് വരുന്നത്. ഫസ്റ്റ് വൺ, വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. ഇറ്റ് ഈസ് ദ ഈസ് ഓർ ഹോമോജിനിറ്റി വിത്ത് വിച്ച് freshly mixed concrete or mortar can be mixed, placed, compacted and finished. വർക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക, ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന കോൺക്രീറ്റിൻ്റെ മിക്സിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് മിക്സ് ചെയ്യാനും പ്ലേസ് ചെയ്യാനും കോമ്പാക്റ്റ് ചെയ്യാനും ഫിനിഷ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു എബിലിറ്റീനെയാണ് നമ്മൾ വർക്കബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് യൂസ്ഫുൾ ഇൻറ്റേർണൽ വർക്ക് നെസസറി ടു പ്രൊഡ്യൂസ് 100% കോമ്പാക്ഷൻ. അപ്പോൾ ഒരു കോൺക്രീറ്റിനെ 100% കോമ്പാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് ഇൻറ്റേർണൽ വർക്കാണോ വേണ്ടത് അതിനെ നമുക്ക് വർക്കബിലിറ്റി എന്ന് പറയാം. ദ അനദർ സിമിലർ ടേം യൂസ് ടു ഡിസ്ക്രൈബ് ഫ്രഷ്ലി പ്രിപ്പയർഡ് കോൺക്രീറ്റ് ഈസ് കൺസിസ്റ്റൻസി, വിച്ച് ഈസ് ഈസ് വിത്ത് വിച്ച് ഇറ്റ് വിൽ ഫ്ലോ. അപ്പോൾ വർക്കബിലിറ്റിയോട് സിമിലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി ഓർ ഈസിനെസ് ടു ഫ്ലോ. ഇപ്പോൾ കോൺക്രീറ്റ് എത്ര എളുപ്പത്തിൽ ഫ്ലോ ചെയ്യിപ്പിക്കാൻ പറ്റുന്നു അതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വെറ്റ്നസ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് മെഷർ ഓഫ് ഫ്ലൂയിഡിറ്റി ഓർ മൊബിലിറ്റി. ഇപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് എത്രത്തോളം വെറ്റാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലൂയിഡിറ്റിയുടെ അളവ്, ഇതിനൊക്കെയാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ദ വെറ്റ് കോൺക്രീറ്റ് ആർ മോർ വർക്കബിൾ ദാൻ ഡ്രൈ കോൺക്രീറ്റ്, ബട്ട് കോൺക്രീറ്റ് ഫോർ സെയിം കൺസിസ്റ്റൻസി മേ വേരി ഇൻ വർക്കബിലിറ്റി. അപ്പോൾ നനഞ്ഞ കോൺക്രീറ്റ്, അതായത് കൂടുതൽ വെറ്റായിട്ടുള്ള കോൺക്രീറ്റ് കൂടുതൽ വർക്കബിൾ ആണെന്ന് പറയാം ഡ്രൈ കോൺക്രീറ്റിനേക്കാളും. ഇനി വർക്കബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ടർ കണ്ടൻറ്റ്. ഇൻക്രീസ് ഇൻ വാട്ടർ കണ്ടൻറ്റ് ഇൻക്രീസ് ഫ്ലൂയിഡിറ്റി ഓഫ് ദ കോൺക്രീറ്റ്, ദസ് പ്രൊവൈഡിങ് ഗ്രേറ്റർ ലൂബ്രിക്കേഷൻ. ദിസ് ഹെൽപ്സ് ടു ഇൻക്രീസ് വർക്കബിലിറ്റി. ഇൻക്രീസിങ് വാട്ടർ കണ്ടൻറ്റ് ഷുഡ് ബി ലാസ്റ്റ് resort to improve workability in concrete as it will affect the strength of concrete. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ വർക്കബിലിറ്റി, വാട്ടർ ഇൻക്രീസ് ചെയ്താൽ വർക്കബിലിറ്റി കൂടും. അപ്പോൾ വാട്ടർ കൂടുന്നതനുസരിച്ച് കോൺക്രീറ്റിൻ്റെ ഫ്ലൂയിഡിറ്റി ഇൻക്രീസ് ചെയ്യും, അതിനനുസരിച്ച് നമുക്കതിൻ്റെ വർക്കബിലിറ്റിയും കൂടും. ഇനി വെള്ളം ആഡ് ചെയ്തിട്ട് വർക്കബിലിറ്റി കൂട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രോപ്പർ മെത്തേഡല്ല, അതൊരു ലാസ്റ്റ് മെത്തേഡാണ്. കാരണം വെള്ളം കൂടുന്തോറും കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിന് കുറവ് വരും. അടുത്തത് സൈസ് ഓഫ് അഗ്രിഗേറ്റ്. ദ സർഫസ് ഏരിയ ഓഫ് ബിഗ്ഗർ അഗ്രിഗേറ്റ് ഈസ് ലെസ് ആൻഡ് ഹെൻസ് ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ ഇസ് റിക്വയർഡ് ഫോർ ലൂബ്രിക്കേറ്റിംഗ് ദ സർഫസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ദസ് ദ കോൺക്രീറ്റ് ഹാവിംഗ് ലാർജ് സൈസ്ഡ് അഗ്രിഗേറ്റ് ഇസ് മോർ വർക്കബിൾ. അതായത് ഒരു വലിയ പാർട്ടിക്കിൾ, വലിയൊരു അഗ്രിഗേറ്റും ഇതേ വോളിയത്തിലുള്ള കുറച്ച് ചെറിയ അഗ്രിഗേറ്റും എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഈ വോളിയം ഏകദേശം സെയിം ആണ് അല്ലേ. അപ്പോൾ വലിയ അഗ്രിഗേറ്റ് ആണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ അഗ്രിഗേറ്റ് എടുത്താൽ ഈ സെയിം വോളിയം ഒക്യുപ്പൈ ചെയ്യാനായിട്ട് ഒരുപാട് സ്മോൾ അഗ്രിഗേറ്റ്സ് വേണ്ടി വരും. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സർഫസ് ഏരിയ കൂട്ടി നോക്കിയാൽ ആദ്യം എടുത്ത വലിയ അഗ്രിഗേറ്റിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ലാർജർ അഗ്രിഗേറ്റ് എടുത്താൽ കമ്പയറിങ് ടു സ്മോൾ അഗ്രിഗേറ്റ് സർഫസ് ഏരിയ കൂടുതലായിരിക്കും. സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ
കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ മതി അതിനെ ലൂബ്രിക്കേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ലാർജ് സൈസ് അഗ്രിഗേറ്റ് ആണ് നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി വർക്കബിൾ ആയിരിക്കും. അടുത്തത് മിക്സ് പ്രൊപ്പോർഷൻ. അഗ്രിഗേറ്റ് ടു സിമെൻറ്റ് റേഷ്യോ ഇസ് ദ മെഷർ ഓഫ് ഹൗ ലീൻ ഓർ ഹൗ റിച്ച് ദ കോൺക്രീറ്റ് ഈസ്. അപ്പോൾ അഗ്രിഗേറ്റ് ബൈ സിമെൻറ്റിൻ്റെ റേഷ്യോ ആണ് കോൺക്രീറ്റ് ലീനറാണോ റിച്ച് ആണോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് സിമ്പിളായിട്ട് അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഡിനോമിനേറ്ററിലുള്ള സിമെൻ്റ് ആണ്, അല്ലെ, സിമെൻറ്റ് കുറവാണെന്ന് അർത്ഥം. അപ്പോൾ സിമെൻറ്റ് കുറയുമ്പോൾ നമ്മളതിനെ ലീനർ മിക്സ് എന്ന് പറയും. ലീനർ മിക്സ് എന്ന് വെച്ചാൽ സിമെൻറ്റ് കുറഞ്ഞ മിക്സ്. അപ്പോൾ സിമെൻറ്റ് കുറഞ്ഞൊരു മിക്സ് ആണെങ്കിൽ അതിന് വർക്കബിലിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അടുത്തത് ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്. ദ വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ് ഈസ് വിത്ത് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് വോയിഡ്സ് in a given volume. If grading is good, the voids will be less and hence the workability is more. വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് എടുക്കുന്ന അഗ്രിഗേറ്റിൽ എല്ലാ സൈസിലുള്ള പാർട്ടിക്കിൾസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് നമ്മൾ പല സൈസിലുള്ള അഗ്രിഗേറ്റ് എടുത്ത് ഫില്ല് ചെയ്താൽ ചെറിയ ചെറിയ ഗ്യാപ്സൊക്കെ ചെറിയ അഗ്രിഗേറ്റ് ഫില്ല് ചെയ്യും, വലിയ ഗ്യാപ്പുകളൊക്കെ വലിയ അഗ്രിഗേറ്റും ഫില്ല് ചെയ്യും. അപ്പോൾ നമുക്കിതിനെ വളരെ മിനിമം വോയിഡിൽ എടുക്കാൻ പറ്റും വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ്. അപ്പോൾ വോയിഡ്സ് കുറവായതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അതിൻ്റെ വർക്കബിലിറ്റി വളരെ നല്ലതുമായിരിക്കും. അപ്പോൾ വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റാണ് എടുക്കുന്നതെങ്കിൽ വർക്കബിലിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അടുത്ത ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ്. റൗണ്ടഡ് അഗ്രിഗേറ്റ്സ് ഹാവ് ലെസ് സർഫസ് ഏരിയ ആൻഡ് ലെസ് വോയിഡ്സ് ഇൻ കമ്പാരിസൺ വിത്ത് ആംഗുലർ ആൻഡ് ഫേൾക്കി അഗ്രിഗേറ്റ് വിറ്റ് പ്രൊവൈഡ്സ് പോസിബിലിറ്റി ഓഫ് ഓവർകമ്മിങ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. അതായത് വളരെ നല്ല റൗണ്ട് ഷേപ്പിലുള്ള അഗ്രിഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈ നീളം കൂടിയതും ഇറഗുലറും ആയിട്ടുള്ള അഗ്രിഗേറ്റുമായിട്ട് കമ്പയർ ചെയ്താൽ റൗണ്ടഡ് അഗ്രിഗേറ്റിന് സർഫസ് ഏരിയ കുറവായിരിക്കും. സർഫസ് ഏരിയ കുറവായതുകൊണ്ട് തന്നെ അതിനകത്ത് വോയിഡ്സ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ വർക്കബിലിറ്റി കൂടുതലുമായിരിക്കും. ഇനി സർഫസ് ടെക്സ്ചർ ഓഫ് അഗ്രിഗേറ്റ്. അഗ്രിഗേറ്റ്സ് ഹാവിങ് സ്മൂത്ത് ടെക്സ്ചർ ഹാവ് ലെസ് സർഫസ് ഏരിയ കമ്പയർഡ് ടു റഫ് ടെക്സ്ചേർഡ് അഗ്രിഗേറ്റ്. ദിസ് പ്രൊവൈഡ് ബെറ്റർ വർക്കബിലിറ്റി as ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് റിക്വയർഡ് ഫോർ ലൂബ്രിക്കേറ്റിംഗ് സർഫസ്. അതായത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ഉള്ള ഒരു അഗ്രിഗേറ്റ്, അടുത്ത അഗ്രിഗേറ്റിൻ്റെ സർഫസ് മുഴുവൻ ഇങ്ങനെ ഇറഗുലറായിട്ട് ഷാർപ്പ് എഡ്ജായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനായിരിക്കും സർഫസ് ഏരിയ കുറവ്, ഇതിന് സർഫസ് ഏരിയ കൂടുതലായിരിക്കും. അപ്പോൾ സ്മൂത്ത് അഗ്രിഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കും അതിൻ്റെ സർഫസിൽ, അതുകൊണ്ട് സർഫസ് ഏരിയ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ വർക്കബിലിറ്റി, ചെറിയ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ബെറ്റർ വർക്കബിലിറ്റി അതിൽ കിട്ടും. ഇനി അടുത്ത യൂസ് ഓഫ് അഡ്മിക്സ്റ്റേഴ്സ്. ഇപ്പോൾ നമുക്ക് വർക്കബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അഡ്മിക്സ്റ്റേഴ്സായ പ്ലാസ്റ്റിസെയർ അല്ലെങ്കിൽ സൂപ്പർ പ്ലാസ്റ്റിസെയർസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ മിക്സിംഗ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റേജ് പറഞ്ഞായിരുന്നു, കോൺക്രീറ്റിൻ്റെ മിക്സിംഗ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റേജൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ റെഡി മിക്സ് കോൺക്രീറ്റൊക്കെ ഏതെങ്കിലും ഒരു റെഡി മിക്സ് പ്ലാന്റ് ചെയ്തിട്ട് സൈറ്റിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ 10-30 കിലോമീറ്ററൊക്കെ ചിലപ്പോൾ ട്രാവൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്തൊന്നും കോൺക്രീറ്റ് സെറ്റ് ചെയ്യാൻ തുടങ്ങാൻ പാടില്ല, അതേപോലെ അതിൻ്റെ വർക്കബിലിറ്റി പോകാനും പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഈ പ്ലാസ്റ്റിസെയറും സൂപ്പർ പ്ലാസ്റ്റിസെയറൊക്കെ ആഡ് ചെയ്യും. ഇത് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിംഗ് ടൈം ഡിലേ ചെയ്യാനും അതേപോലെ അതിൻ്റെ വർക്കബിലിറ്റി കൂട്ടാനും അതുവഴി സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനുമാണ്. അപ്പോൾ അഡ്മിക്സ്റ്റേഴ്സ് ആഡ് ചെയ്താൽ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അടുത്ത ടൈം ആൻഡ് ടെമ്പറേച്ചർ. Fresh concrete gets stiffened as time flows. This is because the some water used to mix the concrete gets evaporated and some get absorbed by the aggregates. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. ഈ വെള്ളം ആഡ് ചെയ്ത് കോൺക്രീറ്റ് മിക്സായി കഴിയുമ്പോഴേക്കും പിന്നെ ആ കോൺക്രീറ്റിന് സ്റ്റിഫനാകാനുള്ള ടെൻഡൻസിയാണ്. സമയം പോകുന്നതനുസരിച്ച് ആ കോൺക്രീറ്റ് കട്ടി കൂടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന വെള്ളം കുറച്ചൊക്കെ ഇവാപറേറ്റ് ചെയ്ത് പോകും, കുറച്ചൊക്കെ അതിൻ്റെ അകത്തുള്ള അഗ്രിഗേറ്റ് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോൺക്രീറ്റ് പതുക്കെ ഡ്രൈ ആകാൻ തുടങ്ങും. ദസ് ദ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് റെഡ്യൂസസ് വിത്ത് ടൈം. അപ്പോൾ അതായത് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ ടൈം ഡിലേ ചെയ്യുന്നു, അത് പ്ലേസ് ചെയ്യാണ്ട് എത്രത്തോളം ടൈം ഡിലേ ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് അതിൻ്റെ വർക്കബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ വർക്കബിലിറ്റി ഓഫ് മിക്സ് റെഡ്യൂസസ്. ഇപ്പോൾ നല്ല ഹോട്ട് ക്ലൈമറ്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോൺക്രീറ്റ് പെട്ടെന്ന് അതിൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചും വർക്കബിലിറ്റി കുറയും. അപ്പോൾ നമ്മൾ വർക്കബിലിറ്റി എന്താണെന്ന് പറഞ്ഞു, വർക്കബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഒരു 8 ഫാക്ടേഴ്സും പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വരുന്നത് സെഗ്രിഗേഷനാണ്. അപ്പോൾ സെഗ്രിഗേഷൻ ആൻഡ് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള ടേമാണ്, പക്ഷേ ടെക്നിക്കലി രണ്ടാണ് വരുന്നത്. ഇത് ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിലബസിൽ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഉള്ളി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു 4 മാർക്സിനൊക്കെ എഴുതാനുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി.
segregation. The separation of concrete ingredients is called segregation. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റിൻ്റെ അകത്ത് കല്ല്, മണ്ണ്, സിമെൻറ്റ് 3 ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഇത് മൂന്നും സെപ്പറേറ്റ് ചെയ്ത് മാറുക, മിക്സിങ്ങിന് ശേഷമോ അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറുക എന്നുള്ള, അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് പോവുക എന്നുള്ള ആ ഒരു പ്രോസസ്സാണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഇൻ സെഗ്രിഗേഷൻ കോൺക്രീറ്റ് ഇൻഗ്രീഡിയൻസ് ആർ ഡിവൈഡഡ് ആൻഡ് റീഅറേഞ്ച്ഡ് ബൈ ഓർഡർ ഓഫ് ഡെൻസിറ്റി. സെഗ്രിഗേഷൻ നടക്കുന്ന കോൺക്രീറ്റിൽ അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് തെന്നി സെപ്പറേറ്റ് ചെയ്ത് മാറും. അതിന് മെയിനായിട്ടുള്ള കാരണം ഇതിന് 3 ഡെൻസിറ്റിയാണ്. The heaviest aggregates go down to the bottom while the mortar goes up to the surface. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കോൺക്രീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കല്ലുകളുണ്ടാവും, പിന്നെ സിമെൻറ്റും മണ്ണും കൂടിയുള്ള പേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ സർഫസിലുള്ളത്. അപ്പോൾ ഹെവിയസ്റ്റ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് താഴെ വന്ന് സെറ്റിൽ ചെയ്യാനുള്ള ടെൻഡൻസിയും കാണിക്കും. ഈ സിമെൻറ്റും അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ് നമ്മളുടെ പേസ്റ്റ് മുകളിൽ വന്ന് കെട്ടിക്കിടക്കുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഇൻ ഗുഡ് കോൺക്രീറ്റ് ഓൾ ഇൻഗ്രീഡിയൻസ് ആർ പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഈ ഹോമോജിനസ് മിക്സ്ചർ. ഈ നല്ലൊരു കോൺക്രീറ്റ് മിക്സ് ആണെങ്കിൽ ഈ സിമെൻറ്റും ഫൈൻ അഗ്രിഗേറ്റും കോസ് അഗ്രിഗേറ്റും നല്ല രീതിയിൽ മിക്സ് ആയിട്ട് അത് ഒരു ഈക്വൽ ലെയർ ആയിട്ടായിരിക്കും കിടക്കുന്നത്, അത് സെപ്പറേറ്റ് ചെയ്ത് മാറത്തില്ല. ഇനി അടുത്ത റീസൺ ഫോർ സെഗ്രിഗേഷൻ, എന്തുകൊണ്ടാണ് ഈ സെഗ്രിഗേഷൻ ഉണ്ടാകുന്നത്? ഫസ്റ്റ് വൺ, ഇംപ്രോപ്പർ മിക്സ് പ്രൊപ്പോർഷൻ ഓഫ് കോൺക്രീറ്റ് മിക്സ് വിത്ത് ഹൈ സ്ലംപ് വാല്യൂ. അപ്പോൾ മിക്സ് പ്രൊപ്പോർഷൻ നമ്മളറിയാം. ഇപ്പോൾ നമ്മൾ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M20 എന്ന് പറയുമ്പോൾ നമുക്ക് 1:2:4 എന്ന് പറഞ്ഞൊരു റേഷ്യോ ഉണ്ട്. ആദ്യത്തെ റേഷ്യോ സിമെൻറ്റ്, രണ്ടാമത്തെ റേഷ്യോ ഫൈൻ അഗ്രിഗേറ്റ്, മൂന്നാമത്തെ റേഷ്യോ കോസ് അഗ്രിഗേറ്റിനാണ്. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന മിക്സ് പ്രൊപ്പോർഷൻ കറക്റ്റ് അല്ലെങ്കിൽ സെഗ്രിഗേഷൻ സംഭവിക്കാം. അതേപോലെ നമ്മൾ വർക്കബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വെള്ളം ആഡ് ചെയ്യുന്നത് കൂടും. അപ്പോൾ വെള്ളം ആഡ് ചെയ്യുന്നത് കൂടുമ്പോൾ നമുക്ക് വർക്കബിലിറ്റി കൂടുതലായിട്ട് കിട്ടും, പക്ഷേ അവിടെ ഈ ഒരു സെഗ്രിഗേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത പ്ലേസിംഗ് ഓഫ് കോൺക്രീറ്റ് ഫ്രം ഗ്രേറ്റർ ഹൈറ്റ്. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺക്രീറ്റ് നമുക്ക് ഫോം വർക്ക് തട്ടിലേക്ക് ഇടണം. അത് ഒരുപാട് ഹൈറ്റിൽ നിന്ന് നമ്മൾ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കല്ല് വന്നിട്ട് ആദ്യം വീഴും, പേസ്റ്റ് വന്നിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറും, അല്ലെങ്കിൽ ഈ ഇട്ട് കഴിയുമ്പോൾ കല്ല് തെന്നി മാറും. അപ്പോൾ ഒരുപാട് ഹൈറ്റിൽ നിന്ന് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തേക്കുന്ന ഫ്രഷ് കോൺക്രീറ്റ് എടുത്തിട്ട് എറിയരുത്, പ്ലേസ് ചെയ്യരുത്. തേർഡ് വൺ, എക്സസീവ് വൈബ്രേഷൻ ഓഫ് കോൺക്രീറ്റ്. ഇപ്പോൾ നമ്മൾ തട്ടിൽ ഫോം വർക്കിൽ പ്ലേസ് ചെയ്തേക്കുന്ന കോൺക്രീറ്റിനെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? കോമ്പാക്ഷനാണ്. അപ്പോൾ കോമ്പാക്ഷൻ നമുക്കറിയാം, ഹാൻഡ് കോമ്പാക്ഷൻ ഉണ്ട്, വൈബ്രേറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറായിട്ട് കോമ്പാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വൈബ്രേഷൻസ് കൊടുക്കുകയോ ചെയ്താലും സെഗ്രിഗേഷൻ സംഭവിക്കും. അടുത്തത് വൈബ്രേഷൻ ഓൺ കോൺക്രീറ്റ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ ടു സൈറ്റ്. ഇപ്പോൾ നമ്മൾ മിക്സിങ് നടക്കുന്ന ഇവിടെയാണ്, ഇതിനെ നമ്മളൊരു ട്രക്കിൽ കയറ്റിയിട്ട് സൈറ്റിലേക്ക് കൊണ്ടുവരണം. ഈ സൈറ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ കൊണ്ടുവരുന്ന എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ ആ വെഹിക്കിളിനോ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആ ഒരു വൈബ്രേഷൻ കൊണ്ടിട്ട് എന്താണ്, ഇപ്പോൾ നമ്മൾ ഒരു ടിന്നിൽ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുലുങ്ങുന്നതനുസരിച്ച് കല്ല് വന്ന് താഴെ സെറ്റിൽ ചെയ്യും, സിമെൻറ്റ് മോട്ടാർ വന്ന് മുകളിലേക്ക് വന്ന് നിൽക്കും. അപ്പോൾ സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടിക്കുണ്ടാകുന്ന വൈബ്രേഷൻ കൊണ്ടും സെഗ്രിഗേഷൻസ് സംഭവിക്കും. അപ്പോൾ ഇത് 4 സെഗ്രിഗേഷൻ ഉണ്ടാകാനുള്ള മെയിൻ റീസൺ. അടുത്ത എഫക്റ്റ് ഓഫ് സെഗ്രിഗേഷൻ ഓൺ കോൺക്രീറ്റ്. ഒരു കോൺക്രീറ്റ് മിക്സ്ചറിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കോൺക്രീറ്റിൽ സെഗ്രിഗേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്? ദ റിസൾട്ട് ഇൻ ഫോർമേഷൻ ഓഫ് വീക്ക് ലെയർ ഇൻ കോൺക്രീറ്റ്. അപ്പോൾ നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ് എല്ലാം താഴെ വന്ന് കിടക്കും, സിമെൻറ്റ് പേസ്റ്റ് എല്ലാം മുകളിൽ വന്ന് കിടക്കും. അപ്പോൾ 2 ലെയറായിട്ട് കിടക്കുന്നതുകൊണ്ട് ഒരു സ്ട്രോങ് ലെയറും ഒരു വീക്ക് ലെയറും എന്നുള്ള രീതിയിൽ മാറും. അപ്പോൾ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ അത് അഫക്റ്റ് ചെയ്യും. സെക്കൻഡ് വൺ, കോസ് ഡിഫക്ട്സ് സച്ചസ് ഹണി കോമ്പിങ് വിച്ച് വിൽ എഫക്റ്റ് അപ്പിയറൻസ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ നമ്മളൊരു തട്ടിൻ്റെ അകത്ത് കോൺക്രീറ്റ് ലേ ചെയ്ത സമയത്ത് ഈ പറഞ്ഞോട്ട് നമ്മൾ ഈ ലെയർ മാറിക്കഴിഞ്ഞാൽ വെറ്റ് ലെയറൊക്കെ മുകളിലും അഗ്രിഗേറ്റൊക്കെ താഴെ വന്നു കഴിഞ്ഞാൽ ഈ അഗ്രിഗേറ്റിൻ്റെ ഇടയിൽ വരേണ്ട സിമെൻറ്റ് മോട്ടാറായിരിക്കും വേറെ ലെയറായിട്ട് മാറിയത്. അപ്പോൾ എന്താണ്, ഈ തട്ട് ഇളക്കി കഴിയുമ്പോൾ ഹണികോംബ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത കല്ലൊക്കെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇറഗുലർ സർഫസ് ആയിരിക്കും നമുക്ക് കോൺക്രീറ്റിങ്ങിന് കിട്ടുന്നത്. അത് അപ്പിയറൻസിനെ മൊത്തത്തിൽ ബാധിക്കും. അടുത്ത ഫോർമേഷൻ ഓഫ് പോറസ് സർഫസ് ഓൺ കോൺക്രീറ്റ് റെഡ്യൂസസ് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഈ രീതിയിൽ ഹണി കോമ്പിങ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തട്ടടിക്കുമ്പോൾ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കോൺക്രീറ്റാണ് ചെയ്യേണ്ടതെങ്കിൽ തട്ട് റിമൂവ് ചെയ്യുമ്പോൾ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ കിട്ടണം. അതിന് പകരം ഇതിൻ്റെ സർഫസൊക്കെ ഇതുപോലെ കല്ല് കാണാൻ പറ്റുന്ന രീതിയിൽ ആണ് വന്ന് കിടക്കുന്നത്, കുറേ കുഴിയും ആ രീതിയിലാണ് വന്ന് കിടക്കുന്നതെങ്കിൽ അത് അപ്പിയറൻസിനെയും ബാധിക്കും. അതുപോലെ ഈ കല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി പൊടിയും മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ കയറി കഴിയുമ്പോൾ ആ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞ് അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെയാണ് സെഗ്രിഗേഷൻ ഉണ്ടാകുന്നത് കൊണ്ടുള്ള എഫക്റ്റ്. അടുത്തത് ബ്ലീഡിങ്. ബ്ലീഡിങ് ഇൻ കോൺക്രീറ്റ് ഈസ് സംടൈംസ് റെഫേർഡ് ആസ് വാട്ടർ ഗെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺക്രീറ്റിൽ ബ്ലീഡിങ് എന്ന് പറയുന്നത്.
It is a particular form of segregation in which some of the water from the concrete comes out to the surface of the concrete, being of the lowest specific gravity among all ingredients of concrete. അപ്പോൾ ആക്ച്വലി സെഗ്രിഗേഷൻ്റെ ഒരു പർട്ടിക്കുലർ ഫോമിനെയാണ് നമ്മൾ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സെഗ്രിഗേഷൻ എന്നാണ് കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് തെന്നി മാറുന്നത്, വേറെ വേറെ ലെയറായിട്ട് മാറുന്നതിനാണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള വാട്ടർ ആ ഒരു സർഫസിലേക്ക് റൈസ് ചെയ്യും. നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടൻ്റ് എല്ലാം റൈസ് ചെയ്ത് മുകളിലൊരു ലെയറായിട്ട്, വെള്ളത്തിൻ്റെ ഒരു ലെയറായിട്ട്, തിൻ ലെയറായിട്ട് ഫോം ചെയ്യും. അതിന് കാരണം വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വളരെ കുറവായതുകൊണ്ടാണ്. മറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറവായതുകൊണ്ട് അതിന് അങ്ങനെ ഒരു ടെൻഡൻസി വരും. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ഹൈലി വെറ്റ് മിക്സ്, ബാഡ്ലി പ്രൊപ്പോർഷൻഡ് ആൻഡ് ഇൻസഫിഷ്യൻ്റ്ലി മിക്സ്ഡ് കോൺക്രീറ്റ്. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ ബ്ലീഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാകുന്നത് വെച്ചാൽ, ഒരുപാട് വെറ്റായിട്ടുള്ള മിക്സ്, ഒരുപാട് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും. ഇനി കറക്റ്റ് പ്രൊപ്പോർഷൻഡ് അല്ലാത്ത മിക്സ്, നമ്മൾ ആ സിമെൻറ്റ് അഗ്രിഗേറ്റ് ഫൈൻ അഗ്രിഗേറ്റ് റേഷ്യോ കറക്റ്റായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇത് സംഭവിക്കും. അതുപോലെ ഇൻസഫിഷ്യൻ്റ്ലി മിക്സ്ഡ്, ഇപ്പോൾ പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് എടുത്തെങ്കിലും മിക്സിങ് കറക്റ്റായിട്ടില്ലെങ്കിലും ഈ ഒരു ബ്ലീഡിംഗ് പ്രോസസ്സ് നടക്കും. ഡ്യൂ ടു ബ്ലീഡിങ് വാട്ടർ കംസ് അപ്പ് ആൻഡ് അക്യുമുലേറ്റ് അറ്റ് ദ സർഫസ്. ബ്ലീഡിങ്ങും ഉണ്ട്. ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും പതുക്കെ പതുക്കെ ഈ വെള്ളം മുകളിലേക്ക് റൈസ് ചെയ്ത് വന്നിട്ട് ഈ വാട്ടറിൻ്റെ ഒരു തിൻ ലെയർ മുകളിൽ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും. സംടൈംസ് along with this water certain quantity of cement also comes to the surface. When the surface is worked up with the trowel, the aggregate goes down and the cement and water comes up to the top surface. This formation of cement paste at the surface is known as lattice. In such a case, the top surface of the slab or pavement will not have good wearing quality. This lattice formed on roads produces dust in summer and mud in rainy season. Any lattice formed should be removed by brushing and washing before new layer is added. Okay. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ വെള്ളം അക്യുമുലേറ്റ് ചെയ്ത് സർഫസിൻ്റെ മുകളിലേക്ക് വരും. ചില സമയത്ത് ഈ വാട്ടർ വരുന്നതിൻ്റെ ഒപ്പം സിമെൻറ്റും കൂടി ഈ വാട്ടറിൻ്റെ ഒപ്പം വന്ന് ഒരു സിമെൻറ്റ് പേസ്റ്റിൻ്റെ ലെയറായിട്ടായിരിക്കും മുകളിൽ വന്ന് കിടക്കുന്നത്. ഇനി ചിലപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിയുമ്പോൾ, ഫുള്ള് വർക്കൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സർഫസിനൊരു ഫിനിഷ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ട്രവൽ വെച്ച് ഇവിടെ ഒന്ന് തല്ലി കൊടുക്കും. അപ്പോൾ നമ്മളങ്ങനെ തല്ലി കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പതുക്കെ ഒരു വെള്ളത്തിൻ്റെ ഒരു ലെയർ വന്ന് ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്ലീഡിങ്. അപ്പോൾ ഒരുപാട് അത് ചെയ്ത് കഴിഞ്ഞാലും സംഭവിക്കുന്ന ബ്ലീഡിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രവൽ വെച്ച് ആ സർഫസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ അഗ്രിഗേറ്റ് എല്ലാം താഴത്തേക്ക് പോവുകയും സിമെൻറ്റും വാട്ടറുമായിട്ടുള്ള പേസ്റ്റ് മുകളിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സിമെൻറ്റ് പേസ്റ്റിനെയാണ് നമ്മൾ ലേറ്റൻസ് എന്ന് പറയുന്നത്. ഇനി സ്ലാബോ അല്ലെങ്കിൽ ഇപ്പോൾ റോഡ് കൺസ്ട്രക്ഷനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ ഈ ഒരു ലേറ്റൻസ് ഫോം ചെയ്താൽ, അതിൻ്റെ ലെയറിൻ്റെ മുകളിൽ ലേറ്റൻസ് ഫോം ചെയ്താൽ അത് കിട്ടുന്ന സർഫസിന്, നമ്മൾ സ്ലാബ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് സർഫസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നല്ല വെയറിങ് റെസിസ്റ്റൻസ് ഉള്ളൊരു ടോപ്പ് സർഫസ് ആയിരിക്കും കിട്ടേണ്ടത്. പക്ഷേ അവിടെ ആ ഒരു വെയറിങ് ക്വാളിറ്റി എന്നുള്ളത് വളരെ പുവർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പുവർ ക്വാളിറ്റി ഉള്ളൊരു സർഫസാണ് റോഡിനൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ സമ്മർ സീസണിൽ, ഡ്രൈ ആയിട്ടുള്ള സീസണിൽ ഒരുപാട് പൊടിപടലങ്ങൾ അതിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കാനും, അതുപോലെ റെയിനി സീസണിൽ ഒരുപാട് മഡ്, ചെളി വന്ന് അവിടെ പറ്റിപ്പിടിച്ചിരിക്കാനും ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു കോൺക്രീറ്റ് ലെയർ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ലേറ്റൻസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഫോം ചെയ്ത ലേറ്റൻസിനെ നമ്മൾ ചെറിയ ബ്രഷും പിന്നെ എന്തെങ്കിലും ചെറിയ ടൂൾസ് ഉപയോഗിച്ചിട്ട് ചിപ്പ് ചെയ്ത് കളഞ്ഞ് ആ സർഫസ് ഒന്ന് ഹാർഡാക്കണം. എന്നിട്ട് വേണം അടുത്ത ലെയർ കോൺക്രീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ലേ ചെയ്യാനായിട്ട്. Bleeding causes formation of porous, weak and non-durable concrete layer at the top of placed concrete. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകുന്നതുകൊണ്ട് പോറസ് ആയിട്ടുള്ളതും വീക്ക് ആയിട്ടുള്ളതും നോൺ ഡ്യൂറബിൾ എന്ന് വെച്ചാൽ ലാസ്റ്റ് ചെയ്യാത്തതും അധികം ലൈഫ് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു കോൺക്രീറ്റ് ലെയർ ആയിരിക്കും മുകളിൽ ഫോം ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ലീൻ മിക്സസ്, ബ്ലീഡിങ് മേ ക്രിയേറ്റ് കാപ്പിലറി ചാനൽസ് ഇൻക്രീസിങ് ദ പെർമിയബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. ലീൻ മിക്സാണ് ഉപയോഗിക്കുന്നത്. ലീൻ മിക്സ് എന്ന് വെച്ചാൽ സിമെൻറ്റ് കുറഞ്ഞ ഒരു മിക്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെയാണ് ബ്ലീഡിങ് ഉണ്ടായെങ്കിൽ അതിൻ്റെ അകത്ത് കാപ്പിലറി ചാനൽസ് ഉണ്ടാകാനും അങ്ങനെ ഒരു പെർമിയബിലിറ്റി ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ ഫർദർ ഫ്യൂച്ചറിൽ വെള്ളം അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി പോകാനും ചാൻസ് ഉണ്ട്. വെൻ കോൺക്രീറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ലെയേഴ്സ്, ഈച്ച് ലെയർ ഈസ് കോമ്പാക്റ്റഡ് ആഫ്റ്റർ അലൗവിങ് certain time to lapse before the next layer is laid. Bleeding results in a plane of weakness between two layers. അപ്പോൾ കോൺക്രീറ്റ് നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ
ഓരോ ലെയർ പ്ലേസ് ചെയ്തതിന് ശേഷം ചെറിയൊരു ടൈം ലാപ്സ് നമ്മളിടും. അതിന് ശേഷം അടുത്ത ലെയർ നമ്മൾ എടുത്തുള്ളൂ. കാരണം ബ്ലീഡിങ് ഉണ്ടാകുന്നത് രണ്ട് വീക്കർ ലെയറിൻ്റെ ഇടയിലൊക്കെയാണ് ഈ ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. ഓവർ കോമ്പാക്റ്റിംഗ് ദ സർഫസ് ഷുഡ് ബി അവോയ്ഡ്. ഇപ്പോൾ ബ്ലീഡിങ് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഓവറായിട്ട് ടാമ്പ് ചെയ്യുക അല്ലെങ്കിൽ കോമ്പാക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ വർക്കബിലിറ്റി എന്താണെന്ന് നോക്കി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി നോക്കി, പിന്നെ ബ്ലീഡിങ്ങും സെഗ്രിഗേഷനും നോക്കി. ഓക്കെ, താങ്ക് യു.